ശ്വാസകോശത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു രോഗമാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് അഥവാ COPD. ഇതിൽ ശ്വാസനാളികൾക്ക് നീർക്കെട്ടുണ്ടാവുകയും ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം ക്രമാതീതമായി കുറഞ്ഞു വരികയും ചെയ്യുന്നു. കൂടുതലായും കണ്ടുവരുന്നത് 35-40 വയസ്സിന് മുകളിലുള്ള പുകവലിക്കാരിലും അതുപോലെ തന്നെ പൊടിപടലങ്ങളുള്ള അന്തരീക്ഷത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവരിലും തണുത്ത അന്തരീക്ഷത്തിൽ കഴിയുന്നവരിലും കാലങ്ങളായി ബ്രോങ്കൈറ്റിസ് രോഗം ഉള്ളവരിലുമാണ്. എന്തെല്ലാമാണ് COPDയുടെ ലക്ഷണങ്ങളെന്ന് നോക്കാം. ശ്വാസതടസ്സം, വിട്ടുമാറാത്ത ചുമ, രാത്രികാലങ്ങളിൽ അമിതമായി ചുമയ്ക്കുക, വെളുത്ത നിറത്തിലുള്ള കഫം തുപ്പുക, ശരീരഭാരം കുറയുക, കൂടാതെ ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ പോലും കിതപ്പ്, ക്ഷീണം എന്നിവ അനുഭവപ്പെടുക തുടങ്ങിയവയാണ്. COPD എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമുക്ക് നോക്കാം. ചിട്ടയായ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ, അതായത് തണുത്തതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, പാൽ ഒഴിവാക്കുക, തണുത്ത പാനീയങ്ങൾ ഒഴിവാക്കുക, കൂടുതൽ ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നിവ കൂടാതെ ചിട്ടയായ വ്യായാമക്രമത്തിലൂടെയും മെഡിറ്റേഷൻ, പ്രാണായാമം എന്നിവയിലൂടെയും നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധ്യമാകുന്നു. പുകവലി കുറയ്ക്കുക, തണുത്ത അന്തരീക്ഷത്തിൽ നിന്നും മാറി നിൽക്കുക, പൊടിപടലങ്ങളുള്ള അന്തരീക്ഷത്തിൽ നിന്നും ഒഴിവാകുക എന്നിവയും COPDയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായകമാകുന്നു. ആയുർവേദ ശമന ഔഷധങ്ങൾ കൊണ്ടും പഞ്ചകർമ്മ ചികിത്സകളായ നസ്യം, വമനം എന്നിവ കൊണ്ടും ശ്വാസനാളികൾ തുറക്കുവാനും ബലപ്പെടുത്തുവാനും അങ്ങനെ ലക്ഷണങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു. ജീവിതശൈലിയിലെ നല്ല മാറ്റങ്ങൾ കൊണ്ട് ശ്വാസകോശ രോഗങ്ങൾ കുറയ്ക്കുവാനും അപകട സാധ്യതകൾ പൂർണ്ണമായും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു.